പത്തനംതിട്ടയിൽ 5 സീറ്റും LDF നിലനിർത്തുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. കോൺഗ്രസ് കാലഹരണപ്പെട്ട വിഷയങ്ങളാണ് പ്രചരണ വിഷയങ്ങളാക്കിയത്. വയനാട് യൂത്ത് കോൺഗ്രസ് വീട് വെച്ച് നൽകിയില്ല. അബിൻ വർക്കി ആറന്മുളയിലെങ്കിലും വീട് വെച്ച് താമസിക്കട്ടെ എന്നും രാജു എബ്രഹാം പറഞ്ഞു. പത്തനംതിട്ട ജില്ല ചരിത്രം ആവർത്തിക്കും. UDF-ഉം BJP-യും വികസനം ചർച്ചയാക്കാൻ ആഗ്രഹിച്ചില്ല. പ്രത്യേകിച്ച് UDF കാലഹരണപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഉള്ള ഒരു ശ്രമം, വികസനം എന്ന അജണ്ട അതിൽ നിന്നുള്ള രക്ഷപ്പെടാൻ വേണ്ടിയാണ്, വഴിതിരിച്ചുവിടാൻ വേണ്ടിയായിരുന്നു. അതിന്റെ ഏറ്റവും ക്ലൈമാക്സ് ആണ് വെള്ളപ്പൊക്കം. പണ്ടുവരുന്ന ആ ദുഷ്പേരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കനകോലു കൊണ്ടുവന്ന ക്യാപ്സ്യൂളായിരുന്നു വെള്ളപ്പൊക്കത്തിന്റെ ക്യാപ്സ്യൂൾ. ജനങ്ങളുടെ കൂട്ടായ പരിശ്രമം, ഞങ്ങളുടെ പ്രവർത്തകരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം, ആ പ്രവർത്തനം കൊണ്ട് നമുക്കതിനെ മറികടക്കാൻ വേണ്ടി കഴിഞ്ഞു. അതുകൊണ്ടാണ് ജില്ലയിലെ 5 സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമായ ലീഡ് ലഭിക്കും എന്ന് ഉറപ്പു പറയും. വനവാസത്തിന് പോയ ശേഷം പുള്ളി മറ്റേതെങ്കിലും അതിനപ്പുറമുള്ള ഏതെങ്കിലും പ്രവർത്തനത്തിന് പോകേണ്ടി വരും. അദ്ദേഹത്തിന് ആറന്മുളയിൽ ഒരു വീട് തീർച്ചയായിട്ടും എടുക്കാം. വയനാട്ടിലോ വീട് വെച്ച് കൊടുത്തില്ല. ആറന്മുളയിൽ വയനാടിന്റെ കാശ് ബാക്കിയുണ്ടെങ്കിൽ അബിൻ വർക്കി പത്തനംതിട്ടയിൽ ഒരു വീട് വെച്ച് താമസിക്കട്ടെ. അങ്ങനെ